ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഏറ്റവും പ്രിയം നിറഞ്ഞ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അംഗങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഒമർ. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അടുത്ത് തച്ചനാട്ടുകര പഞ്ചായത്തിലെ അണ്ണാന്തൊടി എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ഭാര്യയും 3 മക്കളും ഉണ്ട്. ഭാര്യ മദ്രസ അധ്യാപികയാണ്, എന്നെ പോലെ തന്നെ അഫ്ളലുൽ ഉലമ BA പാസ്സാണ് ഭാര്യ. മക്കൾ 2 ആൺമക്കളും 1 പെൺമോളും. മൂത്ത മകൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തോൻ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് അപേക്ഷിച്ചിരിക്കുന്നു. മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ വാങ്ങുകയും അത് പഠിക്കുകയും അതിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത്, അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ അവസ്ഥയും പരിശുദ്ധ ഖുർആൻ പറയുന്നതും വളരെ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് തന്നെ ജീവിതത്തിന് ഒരു വഴിത്തിരിവാകുകയാണ് ചെയ്യുന്നത്. കാരണം ഇബാദത്തുകളെല്ലാം അള്ളാഹുവിനോക്ക് മാത്രവും ഇസ്തിആനത്തും അള്ളാഹുവിന് മാത്രമെന്നാണ് സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇസ്തിഗാസ, സഹായതേട്ടം എന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങനെ അതൊരു ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുകയാണ് ചെയ്തത്. പിന്നീട് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആദർശമായ ആ സലഫിയത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ 12 വർഷം അബുദാബിയിൽ അലുമിനിയം ഫാബ്രിക്കേഷനുമായുള്ള ജോലിയുമായി മുന്നോട്ട് പോയും പിന്നീട് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വരികയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ നാട്ടിലൊരു സലഫി സെൻ്റർ ഉണ്ടായിരുന്നു. അവിടെ അവരൊരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് എൻ്റെ മോന് 5-6 വയസ്സ് പ്രായമാണ്. അപ്പോൾ അവനെ മദ്രസയിലാക്കാൻ അന്ന് അവിടെ മദ്രസ ഉണ്ടായിരുന്നില്ല. അടുത്ത പ്രദേശത്തെ മദ്രസയിൽ ചേർക്കുകയും പിറ്റേ വർഷമായപ്പോൾ ഞങ്ങളൊരു മദ്രസ തുടങ്ങുകയും ചെയ്തു. 7 കുട്ടികളെ വെച്ചിട്ടാണ് ഞങ്ങൾ മദ്രസ തുടങ്ങിയത്. അങ്ങനെ അവനെ മദ്രസയിലേക്ക് കൊണ്ടുപോയി ആക്കി അവിടെ നിൽക്കുകയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അധ്യാപകൻ എന്നോടും കൂടെ മദ്രസ പഠിപ്പിച്ചു കൊടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ മദ്രസ അധ്യാപകനാകുന്നത്. പിന്നീട് 10 വർഷങ്ങൾ അങ്ങനെ മദ്രസ എടുക്കുകയും ഇപ്പോൾ 10-15 വർഷമായി മദ്രസ എടുക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത് വേറൊരു സലഫി പള്ളി വീണ്ടും വരികയും അവിടെ എനിക്ക് ഇമാമായിട്ടുള്ള ജോലി കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇന്ന് മദ്രസയിലും പള്ളിയിലുമായിട്ട് ജോലി ചെയ്തു പോരുന്നു. അപ്പോൾ പല അവസരങ്ങളും ഒരു പ്രസംഗം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടാറുണ്ട്, സ്വാഗതം പറയാനുള്ള. ആ സന്ദർഭത്തിലൊക്കെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. സഭാകമ്പം, സ്റ്റേജ് ഫിയർ. അപ്പോൾ അത് കാര്യങ്ങൾ അറിയാം, പക്ഷേ മറ്റുള്ളവരിലേക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ നസീർ ഖാൻ്റെ ഒരു പരസ്യം കാണുകയും ലൗദി ഖുർആൻ മാസ്റ്റേഴ്സിൽ മെമ്പറാകുകയും ചെയ്തു. ഇതിൽ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പ് വളരെ പ്രയാസമായിരുന്നു മറ്റുള്ളവരോട് പ്രസംഗിക്കാനും വാക്കുകൾ പറയാനും. മുമ്പ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് വീഡിയോ എടുക്കാൻ 2 ദിവസം ശ്രമിച്ചിട്ടും എനിക്കത് സാധിച്ചിട്ടില്ല. ലൗദി ഖുർആൻ മാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാകുകയാണ് ചെയ്തത്. ഇപ്പോൾ പള്ളിയിൽ റമദാനിന് ശേഷം നമുക്ക് ഹദീസ് ക്ലാസ് എടുക്കാനും അതൊക്കെ വളരെ എളുപ്പം സാധിച്ചതും ഈ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സിൽ വന്നിട്ടുള്ള പഠനമാണ്. അപ്പോൾ നമ്മൾ പ്രസംഗം പഠിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ശ്രമിക്കുകയും അതിനുള്ള പ്രവർത്തനം നടക്കുകയും നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്താലേ അതിൻ്റെ റിസൾട്ട് നന്നാവുകയുള്ളൂ. തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിൽ പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. പരിശുദ്ധ ഖുർആനെ
അത് ഓർത്തു വെക്കാനും പഠിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിരിക്കുന്നു. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് തയ്യാറാവണം. നമുക്കറിയാം അൽ അസ്ർ സൂറത്തിലെ 4 ഗുണങ്ങളില്ലാത്ത ആളുകൾ നഷ്ടക്കാരാണ്. അപ്പൊ ആ നഷ്ടക്കാരിൽ നമ്മൾ പെടാൻ പാടില്ല. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഇതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും. ഇതൊക്കെ നമ്മളോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കുത്തുബ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്നും. നമുക്ക് പല അവസരങ്ങളും നമുക്ക് ലഭിച്ചേക്കാം. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അതിന് തയ്യാറായിരിക്കണം. കാരണം ഒരു ഇമാമ് വരാൻ വൈകുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഇനിയുള്ള കാലങ്ങളിൽ ഈ കുത്തുബ പറയാനും മദ്രസ അധ്യാപനത്തിനും ആളെ കിട്ടാൻ വളരെ പ്രയാസമുള്ള കാലഘട്ടമാണ്. അപ്പൊ അതിന് നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ, നമ്മളുടെ നിയ്യത്തുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ സൽക്കർമ്മങ്ങളെ അള്ളാഹു നമ്മളിൽ നിന്ന് സാലിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.